ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു അക്വേറിയത്തിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷനുമായിട്ടാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഈ ഒരു അക്വേറിയം കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു ഓസ്കാറിനെയും. അപ്പോൾ ഈ ഒരു അക്വേറിയത്തിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ പോവാം. ഇന്ന് നമ്മൾ ഈ ഒരു അക്വേറിയത്തിലെ ചെറിയൊരു ക്ലീനിങ് പ്രോസസ്സ് നമ്മുടെ എങ്ങനെയാവും, പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു താഴെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. ഇപ്പോൾ കല്ലും മണ്ണും ഒക്കെയാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നോർമൽ നമ്മുടെ വീടിൻ്റെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന കല്ലും മണ്ണും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ സക്ക് ചെയ്ത് നമ്മൾ ഇതിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ വലിച്ച് കളയാൻ നേരം നമ്മുടെ ഈ ഒരു മണ്ണും കുറേയൊക്കെ പോകുമായിരുന്നു. അങ്ങനെ കുറേയധികം മണ്ണൊക്കെ പോയിട്ടുണ്ട് ഈ അക്വേറിയത്തിൽ നിന്ന്. അപ്പോൾ നമ്മുടെ അക്വേറിയം ക്ലീൻ ചെയ്യുന്നതും പിന്നെ ഇതിൽ എന്ത് മണ്ണാണ് നമ്മൾ ഇടാൻ പോകുന്നതും എല്ലാം നമ്മൾ കാണിച്ചു തരാം. എന്തായാലും അക്വേറിയത്തിൽ നമ്മൾ വെള്ളം കുറയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു അക്വേറിയത്തിലെ ഗ്ലാസ്സിൽ ചെറിയ നമ്മൾ ഈ ഒരു മീനൊക്കെ കിടക്കുന്നുണ്ട്, ചെറിയൊരു വഴുവഴുപ്പ് ഇങ്ങനെ കാണും. അപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൂടിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആദ്യം ഗ്ലാസ് ക്ലീൻ ചെയ്യും, പിന്നാണ് നമ്മൾ വെള്ളം വറ്റിക്കുന്നത്. വെള്ളം വറ്റിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് നമ്മൾ ഫുള്ളങ്ങ് വെള്ളം കളയത്തില്ല, ഏകദേശം പകുതിയിൽ കൂടുതൽ നമ്മൾ വെള്ളം അതിൽ നിന്ന് മാറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഈ ഒരു തുണി നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിൽ അക്വേറിയത്തിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഈ ഒരു ഗ്ലാസ് ഫുള്ള് ഇങ്ങനെ അങ്ങ് തുടച്ചെടുക്കും. അപ്പോൾ തുടച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എന്താ പറയുക കിളികളപ്പോൾ ഈ ഒരു മീനിൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതങ്ങനെ ആ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കാണും. അപ്പം നമുക്ക് ഒട്ടും വിസിബിളായിട്ട് വരത്തില്ല നമ്മുടെ മീനുകളെ കാണാനൊന്നും. അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മളിത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് വെള്ളം വറ്റിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഫസ്റ്റ് ടൈം ഈ ഒരു അക്വേറിയം കിട്ടിയ സമയത്ത് ഞാനങ്ങനെ വാട്ടർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ വെള്ളം വറ്റിച്ച് മീനെ മാറ്റി ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൊട്ടേ റീസ്റ്റാർട്ട് ചെയ്തെല്ലാം ക്ലീൻ ചെയ്തെടുക്കത്തില്ല, അങ്ങനെയായിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടത്. പക്ഷേ പതിയെ നമുക്ക് ഓരോരുത്തരിൽ നിന്ന് കിട്ടുന്ന അറിവും അതുമൊക്കെ വെച്ചിട്ട് നമുക്ക് അക്വേറിയം എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളത് കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടത്, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ ഈ അക്വേറിയം തന്നെ എനിക്ക് ഏകദേശം ഒരുപാടധികം ഞാൻ പ്ലാന്റ്സ് വെച്ചിട്ട് ചെറിയ മീനുകൾ വെച്ചിട്ട് ഒരുപാടധികം രീതിയിൽ ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഓസ്കാറിനെ വെച്ചാണ് ഇത് ഏകദേശം 5 വർഷത്തോളം പഴക്കമുള്ള ഒരു അക്വേറിയം. അത്രയും വർഷത്തിനിടയ്ക്ക് നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു അക്വേറിയത്തിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പകുതിയിൽ കൂടുതൽ നമ്മൾ വെള്ളം കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല, നമ്മൾ നേരത്തെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മണ്ണാണ്. നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ അറ്റ്മോസ്ഫിയറിന് പറ്റിയ മണ്ണല്ല, കുറച്ച് ഡാർക്കാണ് സാധനം. അപ്പോൾ ഈ മണ്ണ് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വേസ്റ്റ് വലിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാടധികം മണ്ണും അതിൻ്റെ കൂടെ പോകാറുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഇപ്പം മണ്ണ് കുറവായതുകൊണ്ടും പിന്നെ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പം മാറ്റുന്നത്. എന്തായാലും നമ്മൾ വെളിയിൽ നിന്ന് നല്ല ചെളി, ഇതുവരെ അത്രയ്ക്ക് കറക്റ്റ് ചെളിയല്ല, എന്നാലും ഒരു നമ്മൾ ഈ പറമ്പിലൊക്കെ കുഴി ഒഴിക്കുമ്പോൾ അത്യാവശ്യം ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് മണ്ണാണ്. അപ്പം ഇത് നല്ലപോലെ ഇപ്പോൾ കട്ടിക്ക് കിടക്കുവാണ്. ഇത് നമുക്കിനിയിപ്പം നമ്മുടെ ബക്കറ്റിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം. എന്തായാലും ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അക്വേറിയത്തിൽ കുറച്ച് മണ്ണുണ്ട്, നമുക്ക് അധികമൊന്നും ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് തൊട്ടേ ഇടുന്ന രീതിയിൽ നമുക്ക് ഫുൾ അങ്ങ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ടോപ്പ് ലെയർ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ട മണ്ണ് മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കാണുമ്പോൾ ഒരുപാടധികം എടുക്കുന്ന പോലൊക്കെ തോന്നും, പക്ഷേ ഇതൊന്ന് കഴിയുമ്പോഴത്തേക്കും സാധനം നമ്മളിപ്പോൾ എടുക്കുന്നതിൻ്റെ ഒരു പകുതി പോലും കാണില്ല, അത്രയും നല്ലപോലെ അങ്ങ് അലിഞ്ഞങ്ങ് ചേരും. അപ്പോൾ ഈ ഒരു മണ്ണ് സാധാ രീതിയിൽ ഇതായിട്ടിരിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ഇത് നേരെ ഇനിയും കൊണ്ടുവന്ന് കഴുകിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ഇതിനകത്ത് ചെറിയ വേരും അങ്ങനെയുള്ള ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് കളയണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ അക്വേറിയത്തിൽ ഇട്ടിടുമ്പോൾ മൊത്തത്തിൽ അങ്ങ് കലങ്ങിപ്പോവും. എന്തായാലും ഓൾറെഡി നമ്മൾ ഈ ഒരു മണ്ണ് ഇടുമ്പോൾ തന്നെ ചെറിയൊരു കലക്കലുണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഒരുപാടങ്ങ് ഇതാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്നുകൂടെ നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കണം. നമ്മളിപ്പോൾ വീട്ടിൽ പച്ചക്കറി അങ്ങനെ മീൻ ഓരോന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കഴുകാറില്ലേ, അതേപോലെയൊക്കെ 1-2 വെട്ടമൊക്കെ ഇങ്ങനെ നമ്മളിത് കഴുകി വെള്ളം കളഞ്ഞ് പിന്നെയും കഴുകി ഒക്കെ എടുക്കണം. ഇപ്പോൾ അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ചെറിയ വേര് അങ്ങനെയുള്ള ചെറിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൈ കിട്ടുമ്പോൾ നമുക്ക് എടുത്ത് കളയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ പിന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൈ കിട്ടുന്നതായിരിക്കും. എന്തായാലും നമ്മൾ മണ്ണെല്ലാം ഒന്ന് കഴുകി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇതേപോലെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സൈഡിൽ കുറച്ച് കറുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, അതൊക്കെ അതിൻ്റെ വേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് മണ്ണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോരി എടുക്കുന്നതാണ് കറക്റ്റ് നമുക്ക് കിട്ടേണ്ട രീതി. അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കഴുകിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിലത്തെ ബാക്കി ഒഴിച്ചിട്ട് ബാക്കി എവിടെ നിന്നാണോ നല്ലതുള്ളത് ആ നല്ലയിടത്തുനിന്ന് മാത്രം എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ അക്വേറിയത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, ചെറിയൊരു കലക്കലൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഇട്ട് കൊടുക്കുന്ന ആ ഒരു വിഷ്വൽസ് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, ആ സമയത്ത് നമ്മുടെ റെക്കോർഡിങ് ഓഫായിരുന്നു. എന്തായാലും നമ്മുടെ ആ ഒരു അക്വേറിയത്തിൽ ഫുള്ള് ചുറ്റും നമ്മൾ ആ ഒരു പെതിയ ഒരു മണ്ണ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പെതി ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ക്ലാരിറ്റിയോടെ കാണാം ചെറുതായിട്ട്. എന്തായാലും നമ്മുടെ ഓസ്കാറും ഇപ്പോൾ ഈ ഒരു ടാങ്കിലുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ഫോഗി എഫക്റ്റാണ് ടാങ്കിന് നൽകുന്നതെങ്കിലും നമ്മളൊരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് മൊത്തം ക്ലിയർ ആവുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ നമ്മൾ പെതിയെ സാവകാശമാണ്, നമ്മൾ പ്രഷർ കുറച്ചാണ് വെള്ളം നിറച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇത് കലങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഫുള്ള് വെള്ളവും നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ആ ഒരു മണ്ണിൻ്റെ ആ ഒരു ഡിഫറൻസ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അത്രയ്ക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഇതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പം ദൂരെ നോക്കുമ്പം നമ്മുടെ ആ ഒരു കല്ലുകൾക്ക് കറക്റ്റ് എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയറിന് പറ്റിയ രീതിയിലാണ് നമ്മുടെ മണ്ണുള്ളത്. അപ്പം നേരത്തെ നമ്മുടെ ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു മണ്ണ് ഇപ്പം ഈ ഒരു മണ്ണിലേക്ക് മാറിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം ഭയങ്കര
വലുതാണ്. നിങ്ങൾക്ക് അത് ഇതിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു ഫോഗി എഫക്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാം. എന്നാലും നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആക്കി കൂടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. എന്തായാലും നമ്മൾ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ മീനും ഈ ഒരു ടാങ്കിലുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു മീനാണെങ്കിൽ ഇപ്പോൾ ആ ഒരു കല്ലിൻ്റെ ബാക്കിൽ പോയി ഒളിച്ചിരിക്കുവാണ്. ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായപ്പോഴത്തേക്കും ആൾക്ക് ചെറിയൊരു പേടി. അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾ തനിയെല്ലാം ഇതായിട്ട് പുറത്ത് വരും. അപ്പോൾ എന്തായാലും നിങ്ങളൊരു കാര്യം ആലോചിക്കും, നമ്മുടെ ഈ ഒരു ചേഞ്ച് വരുത്താൻ ആ ഒരു മീനെ മാറ്റിയിട്ട് ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ആലോചിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പം നമ്മളിപ്പോൾ ചെറുതായിട്ടൊരു മാറ്റം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, ആ ഒരു മണ്ണിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചെറുതായിട്ട് ആ ഒരു മീൻ പേടിച്ച് അവിടെ പോയി നിന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വലുതായിട്ടൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ തന്നെ നമ്മൾ ആ സമയത്ത് മാത്രം മാറ്റിയാൽ മതി ആ ഒരു മീനെ. നമ്മൾ ഈ ഒരു ചെറിയ ചേഞ്ചിങ്ങും കാര്യങ്ങളൊന്നും ആ ഒരു മീനെ പിടിക്കാൻ അനാവശ്യമായിട്ട് ഇങ്ങനെ പിടിക്കുക കാര്യം. ഇപ്പോൾ ഞാൻ ഈ അക്വേറിയത്തിൽ ഈ ഒരു മീനെ ഇട്ടിട്ട് ഇതുവരെ നമ്മൾ നെറ്റ് കൊണ്ട് കോരി പിടിച്ച് മാറ്റുമോ അല്ലെങ്കിൽ ഒന്ന് തൊടാൻ പോവോ ഒന്നങ്ങനെ പിടിക്കാനായിട്ട് പോവോ മാറ്റാനായിട്ട് പോവോ ചെറിയൊരു വെള്ളം ചേഞ്ച് ചെയ്യുന്നതിന് പോലും അതിനെ ഒന്നും ചെയ്യാൻ വേണ്ടി പോകത്തില്ല. അത് ആ ഒരു ടാങ്കിൽ ആ ഒരു പകുതി വെള്ളത്തിൽ കിടക്കും, നമ്മളത് പിന്നെ റീഫിൽ ചെയ്ത് കൊടുക്കും. അപ്പം പ്രത്യേകിച്ച് നമുക്ക് അനാവശ്യമായിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്തെങ്കിലും വലുതായിട്ടൊരു ചേഞ്ച് കൊണ്ടുവരാനുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു മീനെ മാറ്റിയാൽ മതിയാവും. തുടക്കമൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു, കാരണം മൊത്തത്തിൽ മീനെ എല്ലാം മാറ്റിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ എന്തായാലും കാണുന്നത് ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞുള്ള വിഷലാണ് നമ്മുടെ ഈ ഒരു അക്വേറിയത്തിൻ്റെ. ഇപ്പം നമ്മുടെ വെള്ളം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ നമ്മുടെ അക്വേറിയത്തിൻ്റെ ലുക്കും ഇപ്പോഴത്തെ ലുക്കൂടെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാറ്റം തന്നെയാണ്. നമ്മുടെ ആ അക്വേറിയത്തിന് നേരത്തെ ഒരു എന്താ പറയുക ഡാർക്കായിട്ടുള്ള മണ്ണായിരുന്നു. ഇപ്പം ഒന്ന് ക്രീം ആയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വെച്ച് കൊടുത്തേക്കുന്ന ഒരു കല്ലിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാകമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഈ ഒരു അക്വേറിയത്തിൽ കൊടുക്കാൻ പറ്റുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു ഓസ്കാറിനെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഈ ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തപ്പം ആൾ ആ കല്ലിൻ്റെ ബാക്കി പോയിരുന്ന് വിളിച്ചതാണ്. എന്തായാലും ആളിപ്പോൾ പതി എല്ലാം പുറത്തോട്ടൊക്കെ വന്ന് ബാക്ക് ടു നമ്മുടെ നോർമൽ ഇതിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പം ആശാന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമ്മൾ ആ ഒരു വെള്ളം ചേഞ്ച് ചെയ്ത സമയത്തൊന്നും ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആൾ ഫുഡൊക്കെ എടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അക്വേറിയം അപ്ഡേഷൻ. ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ ഇതോടെ കഴിയുവാണ്. എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഒരു വീഡിയോക്ക് ലൈക്കൊക്കെ തരിക. എന്തായാലും നമുക്കിനിയിപ്പം അടുത്ത വീഡിയോ കാണാം.